അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ ഇല്ലാത്തത് എന്താണ് കോൺഗ്രസിലുള്ളത്? മനുഷ്യത്വം. അവർക്ക് മനുഷ്യത്വമില്ലേ? ഇല്ല. സോറി ടു സേ. കിഴക്കമ്പലത്തെ 2020 പ്രവർത്തകൻ ദീപുവിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. CPM പ്രവർത്തകരായ 4 പേരെ പ്രതി ചേർത്താണ് കുറ്റപത്രം. കണ്ണൂർ പാനൂരിലെ മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകൻ മൻസൂറിന്റെ കൊലപാതക കേസിൽ 11 പ്രതികളും CPM ഡിവൈഎഫ്ഐ പ്രവർത്തകരെന്ന് FIR. തൃശൂർ അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് പട്ടാപ്പകലിങ്ങനെ ഒരു കൊലപാതകം നടന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനായ താനൂർ അഞ്ചുടി ഇസാഖ് വധം രാഷ്ട്രീയ പ്രേരിത കൊലപാതകം തന്നെയാണ് എന്ന് പോലീസ്. നേരത്തെ CPM പ്രവർത്തകരാണ് പ്രതികൾ. മുഴുവൻ പ്രതികളുടെയും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു. പെരിയ ഇരട്ടക്കൊലക്കേസിൽ CPM ലോക്കൽ കമ്മിറ്റി അംഗം അറസ്റ്റിൽ. കസ്റ്റഡിയിലുള്ള A. പീതാംബരന്റെ അറസ്റ്റാണ്. പ്രവർത്തകന്റെ കൊലപാതകം ആസൂത്രിതമാണ് എന്നാണ് പോലീസിന്റെ റിപ്പോർട്ട് കണ്ടെത്തൽ. പക്ഷേ അതിനോട് യോജിക്കുന്നില്ല CPM. ഇത് അത്തരത്തിൽ കല്ലേറ് കൊണ്ടുള്ള മരണം എന്ന് പറയുന്ന ആസൂത്രിതമല്ല, ഒറ്റപ്പെട്ടതാണെന്നാണ് പാർട്ടി നിലപാട്. ശരി. ന്യൂ മാഹിയിൽ RSS പ്രവർത്തകൻ UC ഷമേജിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 3 CPM പ്രവർത്തകരെ കൂടി അറസ്റ്റ് ചെയ്തു. മാഹി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് നിന്നാണ് പ്രതികളെ അന്വേഷണ സംഘം പിടികൂടിയത്. ഷുഹൈബിന്റെ കൊലപാതകം CPM പ്രാദേശിക നേതൃത്വത്തിന്റെ അറിവോടെയെന്ന പ്രതികളുടെ മൊഴി. കൊല്ലാനല്ല, കാലുവെട്ടാനായിരുന്നു നിർദ്ദേശമെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി. അറസ്റ്റിലായത് യഥാർത്ഥ പ്രതികളാണെന്നും ഇവർക്ക് CPMവുമായി ബന്ധമുണ്ടെന്നും ഉത്തരമേഖല